പ്രിയ സുഹൃത്തുക്കൾക്ക് ഹാജസ് PSCയിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മുടെ വരാനിരിക്കുന്ന 2024 പരീക്ഷകൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ബയോളജിയിലെ രോഗകാരികൾ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ബയോളജി ടോപ്പിക്കിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ക്ലാസ്സിനകത്ത് പറയാൻ പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. രോഗകാരികൾ നന്നായിട്ട് പഠിക്കണേ, കാരണം അതിനകത്തുനിന്ന് 2 ചോദ്യങ്ങൾ വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഒരു ചോദ്യം ചോദിക്കാതെ രോഗകാരികൾ എന്ന് പറഞ്ഞാൽ ഒരു ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യനെങ്കിലും ഉൾപ്പെടുത്താതെ ഒരു പരീക്ഷ കടന്നു പോകില്ല. അത്ര ഉറപ്പായിട്ടുള്ള, അത്രയും ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു ടോപ്പിക്കാണ് രോഗകാരികൾ. വലിയ ചാപ്റ്ററാണ്, ഗംഭീരമായിട്ട് പഠിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു ഭാഗമാണെന്ന് സ്പെഷ്യൽ എഡീഷനകത്ത് ചർച്ച ചെയ്യുന്നത്. സ്പെഷ്യൽ എഡീഷൻ്റെ ഈ ഭാഗത്തിലേക്ക് പുതിയ സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം ചർച്ച ചെയ്യാൻ വേണ്ടി പോണത് രോഗങ്ങൾ പകരുന്ന രീതികളെക്കുറിച്ചാണ്. എങ്ങനെയാണ് രോഗങ്ങൾ വരുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ക്ലാസ്സിനകത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ പറയുന്നു ഏത് രോഗത്തെക്കുറിച്ചാണ് എന്ന് നമുക്ക് കേൾക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് കൊതുക് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ. നമ്മൾ കൊതുക് കൊണ്ട് ക്യൂലെക്സ് കൊതുക്, അല്ലെ, ഈഡിസ് എന്ന് പറയുന്ന കൊതുക്, ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത്തരം കൊതുകുകൾ കൊണ്ടുവരുന്ന രോഗങ്ങൾ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൊതുക് ജന്യ രോഗം ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ കഴിയണം. അപ്പോൾ ശ്രദ്ധിക്കണം, കൊതുക് കൊണ്ടുവരുന്ന രോഗങ്ങളുടെ പേരുകൾ, രോഗങ്ങൾ അങ്ങനെ കുറേ രോഗങ്ങളുടെ പേരുണ്ട്. പഠിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കതിനെ പഠിച്ചെടുക്കാനുള്ള എന്തെങ്കിലും ഒരു സൂത്രപ്പണി വേണം. അപ്പോൾ നമ്മളിന്നിവിടെ ഒരു സാധനം പഠിക്കുകയാണ്. ഈ കോഡ് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. ചിക്കൻ മന്തി കഴിച്ചിട്ട് ജപ്പാനിലെ മഞ്ഞമല കയറിയവന് ഡെങ്കി. എന്താണ്? ചിക്കൻ മന്തി കഴിച്ച് ജപ്പാനിലെ മഞ്ഞമല കയറിയവന് ഡെങ്കി. ഇതിൻ്റെ പാറ്റൻ്റ് എനിക്കാണ്, കാരണം നിങ്ങൾ ഈ ഒരു കോഡ് ഒരിടത്തും കേട്ടിട്ടില്ല. അപ്പോൾ എന്താണ് പറഞ്ഞത്? ചിക്കൻ മന്തി കഴിച്ച് ജപ്പാനിലെ മഞ്ഞമല കയറിയവന് ഡെങ്കി വന്നു. അപ്പോൾ ചിക്കൻ എന്ന് പറഞ്ഞാൽ ചിക്കൻ ഗുനിയ പഠിച്ചു. മന്തി എന്ന് പറഞ്ഞാൽ മന്ത്. ജപ്പാൻ ജ്വരം. മഞ്ഞമല, മഞ്ഞപ്പനിയാണ് മഞ്ഞ. മല എന്ന് പറഞ്ഞാൽ മലേറിയ. ഡെങ്കിപ്പനി. അപ്പോൾ 2, 4, 6 രോഗങ്ങൾ കൊതുക് ജന്യ രോഗങ്ങളാണ്, കൊതുക് കാരണം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. അപ്പോൾ ചിക്കൻ മന്തി കഴിച്ച് ജപ്പാനിലെ മഞ്ഞമല കയറിയവന് ഡെങ്കി. സെറ്റാണ്. നിങ്ങൾ യൂട്യൂബിനകത്ത് നോക്കിയാൽ ഒരിടത്തും ഇങ്ങനെ ഒരു കോഡില്ല. നമ്മളൊരു കോഡുണ്ടാക്കി, നല്ല കോഡ്, വൃത്തിയുള്ള കോഡ് പഠിച്ചു കഴിഞ്ഞു. കൊതുക് കാരണം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ചിക്കൻ ഗുനിയ, മന്ത്, ജപ്പാൻ ജ്വരം, മഞ്ഞപ്പനി, മലേറിയ, ഡെങ്കിപ്പനി. നമ്മൾ ഇങ്ങനെ ഈ ഒരു കോഡില്ലാതെ ഇതിനെ പഠിച്ചാൽ നമ്മൾ മറന്നുപോകും. 6 രോഗങ്ങളും മറക്കാൻ സാധ്യതയുണ്ട്. സെറ്റാണ്. ഒരു കോഡ് സെറ്റ്, 6 രോഗങ്ങളുടെ പേരും പക്ക. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, ജന്തുക്കളിലൂടെ പകരുന്ന രോഗം. ഇപ്പോൾ നിങ്ങൾ കോഡ് നോക്കരുത്, ശ്രദ്ധിക്കണം. ഫോൺ പേ എന്ന് കേട്ടിട്ടുണ്ടോ? ഗൂഗിൾ പേ എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു പേ ആണ് നിപ്പ പേ. നിപ്പ പേ. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഗൂഗിൾ പേ എന്ന് കേട്ടിട്ടുണ്ട്, ഫോൺ പേ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പേയുടെ പേരെന്തോന്നാണ്? നിപ്പ പേ. ഓക്കെ, നിപ്പ പേക്ക് ഒരു അവാർഡ് കൊടുക്കുകയാണ്. ഗവൺമെൻറ് ഒരു അവാർഡ് കൊടുക്കുന്നു. നല്ല പേയ്മെൻറ്റ് മെത്തേഡ് ആയതുകൊണ്ട്, നല്ലൊരു ആപ്പ് ആയതുകൊണ്ട് നിപ്പ പേക്ക് ഒരു അവാർഡിൻ്റെ പേരെന്തോന്നാ? MB അവാർഡ് എന്ന് വെച്ചാൽ 2 MPമാർ ചേർന്നാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. മനസ്സിലായോ? കേന്ദ്രത്തിൽ 2 MPമാർ ചേർന്നിട്ടാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ നിപ്പ പേക്ക് MB അവാർഡ്. ക്ലിയർ ആണ്? സെറ്റാണ്. ഇനി നമുക്ക് അതിനകത്ത് നിന്ന് ഓരോരുത്തരായിട്ട് ഇളക്കിയെടുക്കാം. നിപ്പ തന്നെ. അപ്പോൾ ജന്തുക്കളിലൂടെ പകരുന്ന രോഗങ്ങളിൽ ഒന്നാണ് നിപ്പ. നിപ്പ പേയിലെ പേ എന്തോന്നാ? പേ എന്ന് പറഞ്ഞാൽ പേ വിഷബാധ. ഓക്കെ, അപ്പോൾ 2 എണ്ണമായി. നിപ്പ പേ. MB എന്ന് പറഞ്ഞാൽ മങ്കി എന്ന് പറഞ്ഞാൽ കുരങ്ങ് പനി. അടുത്ത പി എന്ന് പറഞ്ഞാൽ പന്നിപ്പനി. അടുത്ത വീണ്ടും ഒരു M കിടക്കുന്നല്ലോ, മാൾട്ടാപ്പനി എന്ന് പറഞ്ഞാൽ എന്തോന്നാ? മാൾട്ടാപ്പനി എന്ന് പറഞ്ഞാൽ രോഗം വന്ന പശുവിൻ്റെ പാല് കുടിക്കുമ്പോഴുണ്ടാകുന്ന രോഗമാണ് മാൾട്ടാപ്പനി. ക്ലിയർ ആണോ? ഭ്രാന്തിപ്പശു രോഗം എന്ന് പറഞ്ഞാൽ ചത്തുപോയ
കന്നുകാലികളുണ്ടല്ലോ, അവരുടെ മാംസം ഭക്ഷിക്കുമ്പോഴുണ്ടാകുന്ന രോഗമാണ് ഭ്രാന്തിപ്പശു രോഗം. ഇംഗ്ലണ്ടിലാണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യമായി അത് റിപ്പോർട്ട് ചെയ്തത് ഇംഗ്ലണ്ടിലാണ്. ഈ 2 രോഗങ്ങളും PS ചോദിക്കാറുണ്ട്, ശ്രദ്ധിക്കണം. മാൾട്ടാപ്പനി. ഇനി നമുക്ക് ഇതിനകത്ത് പി കിടപ്പുണ്ടല്ലോ, പി എന്ന് പറഞ്ഞാൽ എന്തോന്നാ? പക്ഷിപ്പനി. അടുത്തത് അവാർഡ് എന്നാണോ എഴുതിയിരിക്കണേ? നോക്ക്, എവാർഡ് എന്നല്ലേ? എന്ന് പറഞ്ഞാൽ എബോള. അപ്പോൾ നിപ്പ പേക്ക് MPMB അവാർഡ്. ഒന്നുകൂടെ പറഞ്ഞേ, നിപ്പ പേക്ക് MPMB അവാർഡ്. ഒന്നുകൂടെ പറഞ്ഞേ, നിപ്പ പേക്ക് MPMB അവാർഡ്. നിപ്പ പേ വിഷബാധ. എം എന്ന് പറഞ്ഞാൽ മങ്കി എന്ന് പറഞ്ഞാൽ കുരങ്ങ് പനി. പി എന്ന് പറഞ്ഞാൽ പന്നിപ്പനി. അടുത്ത എമ്മോ മാൾട്ടാപ്പനി. അടുത്ത പിയോ പക്ഷിപ്പനി. അടുത്ത എയോ എബോള. സൂപ്പർ അല്ലേ? അപ്പോൾ 2 കോഡിലൂടെ, അപ്പോൾ 2, 4, 6, 7. നേരത്തെ ഒരു 6, ഇവിടെ ഒരു 7. 13 രോഗങ്ങൾ എങ്ങനെ വരും എന്ന് പക്കയായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ല, തുടങ്ങിയതേ ഉള്ളൂ. നോക്കാം. ഈച്ച കൊണ്ട് നമ്മളൊരു ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടൊരു CV എഴുതുകയാണ്. ഞാൻ എഴുതുകയാണ് CV എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ബയോഡേറ്റ. അങ്ങനെ ഒരു CV എഴുതുമ്പം നമ്മൾ എഴുതാൻ സമ്മതിക്കുന്നില്ല. ഈച്ച വന്ന് ഭയങ്കര ബഹളം, നമ്മളെ മുഖത്ത് വന്നിരിക്കുന്നു, പേപ്പറിൽ വന്നിരിക്കുന്നു, നമ്മളിങ്ങനെ കൈ കൊണ്ടൊക്കെ തട്ടിക്കളയുന്നു. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈച്ച. അപ്പോൾ ഈച്ച CV എഴുതുന്ന നേരത്തെ എപ്പോഴും ഓർമ്മിക്കണം, ഈച്ച വന്ന് ബഹളം ഉണ്ടാക്കും. C എന്ന് പറഞ്ഞാൽ എന്താ? കോളറ. V എന്ന് പറഞ്ഞാൽ വയറിളക്കം. ഓക്കെ, അപ്പോൾ CV എഴുതുമ്പം ഈച്ച വരും. CV എഴുതുമ്പോൾ ഈച്ച വന്ന് CV എഴുതാൻ നമ്മളെ സമ്മതിക്കില്ല, മെനക്കെടുത്തും. C എന്ന് പറഞ്ഞാൽ കോളറ, V എന്ന് പറഞ്ഞാൽ വയറിളക്കം. മുറിവിലൂടെ ടെറ്റനസ്. മുറിവ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ടെറ്റനസ് അങ്ങനെ പറയും. ടെറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു എന്താ പറയുക, മുറിവ് കെട്ടും നല്ല ടൈറ്റായിട്ട്. ടൈറ്റ് ടെറ്റനസ്. അങ്ങനെ പഠിക്കണം. ഈച്ച CV എഴുതാൻ സമ്മതിക്കത്തില്ല, മുറിവ് വന്ന ടൈറ്റായിട്ട്. ടെറ്റനസ്. ഓക്കെ, അടുത്തത് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. വായുവിലൂടെ പകരുന്ന രോഗത്തിന് കാലാകാലമായി ആരുണ്ടാക്കിയതാണെന്ന് അറിയില്ല, വളരെ ഭംഗിയായി നല്ല വൃത്തിയുള്ള ഒരു കോഡുണ്ട്. അറിഞ്ഞുകൂടാത്തവർ അത് പഠിക്കണം. അറിയാവുന്നവർക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തതല്ല, എൻ്റെ കണ്ടുപിടുത്തമൊന്നുമല്ല. ഇത് വേറെ ആരോ നല്ലൊരു കോഡ്, നല്ലൊരു മനുഷ്യനുണ്ടാക്കിയതാണ്. ചിക്കൻ കഴിച്ച് ഡിഫ്തീരിയ ബാധിച്ച ആന്ധ്രയിലെ സാറിന് ചുമലിൽ 5 ഇഞ്ചക്ഷനുമുണ്ട്. പാവം. എന്തോന്നാണ്? ചിക്കൻ കഴിച്ച് ഡിഫ്തീരിയ ബാധിച്ച ആന്ധ്രയിലെ സാറിന് ചുമലിൽ 5 ഇഞ്ചക്ഷനുമുണ്ട്. ഇതിൽ ഈ റെഡ് കാണിച്ചിരിക്കുന്നതിനെല്ലാത്തിലും കോഡിനകത്ത് ഉൾപ്പെടും. ചിക്കൻ ഗുനിയ, ഡിഫ്തീരിയ തന്നെ. ബാധിച്ച ഇല്ല, കാരണം എന്ന് പറഞ്ഞാൽ ബ്ലാക്കിലാണ്. ആന്ത്രാക്സ്. സാർസ് രോഗം. 21ാം നൂറ്റാണ്ട്. ചുമ വില്ലൻ ചുമ. ഓക്കെ, അടുത്തത് ചുമലിൽ 5 ഇഞ്ചക്ഷനും 5 പനി അല്ലെ, മീസിൽസ്. എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ. എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ. എന്ന് പറഞ്ഞാൽ ജലദോഷം. എന്ന് പറഞ്ഞാൽ ക്ഷയം. എന്ന് പറഞ്ഞാൽ ന്യൂമോണിയ. മുണ്ട് എന്ന് പറഞ്ഞാൽ മുണ്ടിനീര്. സെറ്റ് അടിപൊളി. അപ്പോൾ ചിക്കൻ കഴിച്ച് ഡിഫ്തീരിയ ബാധിച്ച ആന്ധ്രയിലെ സാറിന് ചുമലിൽ 5 ഇഞ്ചക്ഷനുമുണ്ട്. ചിക്കൻ പോക്സ് പണ്ടുണ്ടായിരുന്ന വസൂരിയാണ്. വസൂരിയുടെ ചെറിയൊരു രൂപമാണെന്നാണ് പറയുന്നത്. അപ്പോൾ വസൂരി ഈ കാറ്റഗറിയിൽ വരും. വായുവിലൂടെ പകരുന്ന രോഗങ്ങളുടെ കാറ്റഗറിയിൽ തന്നെയാണ് വസൂരിയും ചിക്കൻ പോക്സും വരിക. വസൂരിയും ചിക്കൻ പോക്സും ഒന്നാണെന്ന് തൽക്കാലം കരുതിക്കോ. അപ്പോൾ ചിക്കൻ പോക്സും വസൂരിയും നമുക്ക് അവിടെ പറയാം. ഡിഫ്തീരിയ, ആന്ത്രാക്സ്, സാർസ്, ചുമ വില്ലൻ ചുമ, 5 പനി, ഇൻഫ്ലുവൻസ, ക്ഷയം, ന്യൂമോണിയ, മുണ്ടിനീര്. ഓക്കെ, വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. അടുത്തത് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ. LDC പരീക്ഷ താജ് ഹോട്ടൽ. ഇത് പഴയതാണ്, പണ്ടേ ഉള്ളതാണ്. ആരാണ് ഇതിൻ്റെ പാറ്റൻ്റ് എടുത്തിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. LDC പരീക്ഷ താജ് ഹോട്ടലിൽ. എന്ന് പറഞ്ഞാൽ ലെപ്റ്റോസ്പൈറോസിസ്, എലിപ്പനി. ഗംഭീര പേരൊക്കെയാണ്, മലയാളത്തിൽ പറഞ്ഞാൽ എലിപ്പനി. എന്ന് പറഞ്ഞാൽ ഡിസെൻട്രി, വയറിളക്കം, ഡിസെൻട്രി. C എന്ന് പറഞ്ഞാൽ കോളറ. P എന്ന് പറഞ്ഞാൽ പരീക്ഷയിലെ P, അതാണ് പോളിയോ. T എന്ന് പറഞ്ഞാൽ ടൈഫോയിഡ്.
എ എന്ന് പറഞ്ഞാൽ അമീബിയാസിസ് വയറുകടി. ജെ എന്ന് പറഞ്ഞാൽ ജോണ്ടിസ്. ഹോട്ടലിൽ ഒരു എച്ച് ഉണ്ട്, അതാണ് എന്തോന്ന് ഹെപ്പറ്റൈറ്റിസ്. അപ്പോൾ ലെപ്റ്റോസ്പൈറോസിസ് എലിപ്പനി, ഡി എന്ന് പറഞ്ഞാൽ ഡിസെൻട്രി, സി എന്ന് പറഞ്ഞാൽ കോളറ, പി എന്ന് പറഞ്ഞാൽ പോളിയോ, ടി എന്ന് പറഞ്ഞാൽ ടൈഫോയിഡ്, എ അമീബിയാസിസ്, ജെ ജോണ്ടിസ്, എച്ച് ഹെപ്പറ്റൈറ്റിസ്. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ LDC പരീക്ഷ താജ് ഹോട്ടലിൽ. ക്ലിയർ ആണേ? ഓക്കെ ആണ്. ഓക്കെ. ചിക്കൻ മന്തി കഴിച്ച് ജപ്പാനിലെ മഞ്ഞമല കയറിയവന് ഡെങ്കി. പഠിച്ചോ? സെറ്റായിട്ട് പഠിച്ചോ? അടുത്തത് എന്താ പറഞ്ഞ്? അടുത്തത് നിപ്പ പേയ്ക്ക് MB അവാർഡ് അല്ലേ? അത് കഴിഞ്ഞിട്ട് പറഞ്ഞോ? അത് തന്നെ ഓർമ്മയുണ്ട്. അതും ഓർമ്മയുണ്ട്. ഓക്കെ, ക്ലിയർ. അടുത്തത് ലൈംഗിക ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ, കംപ്ലീറ്റ്ലി സെക്ഷുവൽ ഡിസീസ് എന്ന് പറയാൻ കഴിയുന്ന രോഗങ്ങൾ. ഇവിടെ 2 രോഗങ്ങളെയാണ് നിങ്ങൾക്ക് അങ്ങനെ പരിചയപ്പെടുത്തുക. ഒന്ന് ഗൊണേറിയ ഏനൽ പാർട്ടിലൊക്കെ വരുന്ന, മലദ്വാരത്തിൻ്റെ ഭാഗത്തൊക്കെ വരുന്ന ഒരു രോഗമാണ്. ലൈംഗിക ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന രോഗമാണ് ഗൊണേറിയ എന്ന് പറയുന്ന രോഗം. സിഫിലിസ് എന്ന് പറയുന്ന 2 രോഗങ്ങൾ ലൈംഗിക ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളാണ്. എന്നാൽ അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ എയ്ഡ്സ് അങ്ങനെയല്ലേ വരുന്നത്? എയ്ഡ്സ് വരുന്നത് ദ്രവങ്ങളിലൂടെയാണ്. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ ആണെങ്കിൽ ദ്രവങ്ങളിലൂടെയാണ് കൂടുതലായിട്ടും എയ്ഡ്സ്. ഇപ്പം എയ്ഡ്സ് വരാനായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നൊന്നുമില്ല. എയ്ഡ്സ് ഉള്ള ഒരാളിൻ്റെ എന്തെങ്കിലും ഒരു ദ്രാവക രൂപം നമ്മുടെ ശരീരത്തിലെ രക്തത്തിലേക്ക് കലർന്നാൽ മതി. എബോളയും അങ്ങനെയാണ്. ശരീരദ്രവത്തിലൂടെ വരുന്ന 2 രോഗങ്ങളുടെ കൂട്ടത്തിലാണ് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നറിയപ്പെടുന്ന എയ്ഡ്സും, പണ്ടുകാലങ്ങളിൽ ഗ്രിഡ് രോഗമെന്നും സ്ലിം രോഗമെന്നും ഒക്കെ അറിയപ്പെട്ടിരുന്ന രോഗമാണ് എയ്ഡ്സ്. എബോളയും ശരീരദ്രവത്തിലൂടെയാണ്. പക്ഷേ PSCയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ലൈംഗിക ബന്ധത്തിലൂടെ വരുന്നത് ഗൊണേറിയയും സിഫിലിസുമാണ്. സിഫിലിസ്. ഇനി നമ്മളൊന്ന് തൊട്ടാൽ, നമ്മൾ കണ്ടതാണ് 2018-19 കാലഘട്ടത്തിൽ കൊറോണ അടുത്ത് പോകരുത്, കൊറോണ നാളിൻ്റെ അടുത്ത് പോകരുത്, സമ്പർക്കത്തിലൂടെ വരും. കുഷ്ഠവും അങ്ങനെയാണ്, സമ്പർക്കത്തിലൂടെ വരുന്ന രോഗമാണ്. പക്ഷേ പകർച്ചവ്യാധി നിരക്ക് കുറഞ്ഞ രോഗമാണ് കുഷ്ഠം. അതുകൊണ്ട് കൊള്ളാം. ലോകത്തിലെ ഏറ്റവും പഴയ രോഗം എന്നാണ് അറിയപ്പെടുക. ലോകത്തിലെ ഏറ്റവും പഴയ രോഗമാണ് കുഷ്ഠം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കുഷ്ഠരോഗികളുള്ള രാജ്യം ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കുഷ്ഠരോഗികളുള്ള രാജ്യമാണ് ഇന്ത്യ. കൊറോണയും കുഷ്ഠവും സമ്പർക്കത്തിലൂടെ വരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഏറ്റവും കുറവ് പകർച്ച നിരക്ക് ഉള്ളത് കുഷ്ഠത്തിനാണ്. ആന്ത്രാക്സ് ഈ പറയുന്ന വീട്ടിലെ ഈ കന്നുകാലികൾ അങ്ങനെയുള്ള വളർത്തുമൃഗങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്, സമ്പർക്കത്തിലൂടെയാണ്. ബോട്ടുലിസം എന്ന് പറഞ്ഞാൽ ഒരു ബോട്ടുലിനം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്, ഒരു രോഗാണുണ്ട്. അയാളൊരു വിഷപദാർത്ഥം ഉൽപ്പാദിപ്പിക്കുക, അത് ഭക്ഷണത്തിൽ കലർന്നിട്ട് ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഈ പറയുന്ന ബോട്ടുലിസം എന്ന് പറയുന്ന രോഗം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയ്ക്ക് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. എന്താണ്? രോഗങ്ങൾ വരുന്ന വഴി. ഇങ്ങനെയാണ് രോഗങ്ങൾ വരുന്നത്. ജന്തുക്കളിലൂടെ, സമ്പർക്കത്തിലൂടെ, ജലത്തിലൂടെ, വായുവിലൂടെ, ഇങ്ങനെയൊക്കെയാണ് സാധാരണയായി രോഗങ്ങൾ വരുന്നത്. കൊതുക് കൊണ്ടുവരുന്ന രോഗങ്ങളുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഏറെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഹാജാസ് PSCയുടെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇട്ടിരിക്കുന്ന എല്ലാ ക്ലാസ്സുകളും കാണുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കാണുക. പേഴ്സണൽ ക്ലാസ് വേണമെങ്കിൽ, പെയ്ഡ് ക്ലാസ് വേണമെങ്കിൽ, സയൻസ്, മാത്സ് എല്ലാ സബ്ജക്റ്റുകളും LP UP അല്ലെങ്കിൽ LDCയോ LGSൻ്റെ എന്ത് ക്ലാസ് വേണമെങ്കിലും വിളിക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരു വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ബൈ.